ഇവര് ഇന്റർവ്യൂവിന് വേണ്ടി വരുമ്പോ വന്നിരിക്കുമ്പോ അവര് വെറുതെ അങ്ങനെ കുഴക്കണ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. അഡ്വാൻസിന്റെ കാര്യം ആദ്യം സംസാരിക്കണം. അഡ്വാൻസോ? എന്നെ ഈ മറ്റേത് വേണ്ടേ? ഡൊണേഷൻ ഡൊണേഷന്റെ കാര്യം പറയണം കേട്ടാ. സാറേ, ഇന്റർവ്യൂ ആകുമ്പോ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കണല്ലോ. അതൊക്കെ ചോദിച്ചോ, അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ ചോദിക്കാനുള്ള അതൊന്നും വിഷയമില്ലല്ലോ. ഞാൻ വണ്ടികൾ ഏതൊക്കെയാ വന്നതെന്ന് നോക്കാൻ പറ. ഉണ്ണി, CCTV നോക്കിട്ടേ ഏതൊക്കെ വണ്ടികളാ പുറത്ത് വന്നത് നോക്കിയിട്ട് ലിസ്റ്റ് നോക്കിയിട്ടുണ്ട്, വന്നിട്ടുണ്ട് സാറേ. ഏതൊക്കെയാ വന്നപ്പോ? സാറേ BMW രണ്ടാൾ വന്നിട്ടുണ്ട്. BMW വന്നിട്ടുണ്ടോ? സാറേ, BMW ശരി ശരി. ബറോസ് അല്ല, ബൻസിൽ 6 ആള് വന്നിട്ടുണ്ട്. പിന്നെ ഓടിയിലും വന്നിട്ടുണ്ടോ? ഒറ്റ നാളെ വിളിക്കാലോ അല്ലേ? വിളിക്കാം. ഉണ്ണി, ആദ്യത്തെ ആളെ വിളിച്ചോളൂ. നിങ്ങളുടെ സ്കൂട്ടറിൽ വന്നത്? അതെ, കറക്റ്റ്. Come on. Please. സാറേ, എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും? ചോദ്യങ്ങൾ ചോദിക്കും. എന്തെല്ലാം ചോദിക്കല്ലേ? ചോദ്യങ്ങൾ എന്തെല്ലാം ചോദിക്കും? സാറന്മാരാ ചോദിക്കല്. ആര്? രക്ഷാകർത്താക്കോട് ചോദിക്കും. കുഞ്ഞോടല്ലേ? കുഞ്ഞോടും രക്ഷാകർത്താക്കോട് ചോദിക്കും. രക്ഷാകർത്താക്കോട് മെയിൻ. ഉദാഹരണം, ഭൂമിയുടെ വിസ്തീർണം എത്ര? എന്റെ പറമ്പിന്റെ. ഭൂമിയുടെ വിസ്തീർണം. ഒരു കാര്യം ചെയ്യും, ആടെ ഇരുന്ന് പഠിക്ക്. പേഴ്സണാലിറ്റി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ വരൂ. സാർ നോക്കട്ടെ, ഞാൻ സാറേ. സ്കൂട്ടർ. ഓ, സ്കൂട്ടറോ? കം. യെസ്, കമ്മിങ്. ടേക്ക് യുവർ സീറ്റ്. ഇരിക്കെ. Good morning. Good morning. What's your good name? Jinu. Is this your father? Yes. എന്താ പേര്? സുഗതൻ. സാർ, എങ്ങനെയാ വന്നത് ഇവിടേക്ക്? ബൈക്കിലാണ്. അത് ബൈക്കിൽ വന്ന് ഈ ട്രാഫിക് ഭയങ്കര പ്രോബ്ലം അല്ലേ, അതുകൊണ്ട് സമയത്തിന് എത്താൻ വേണ്ടിട്ട്. കാറുണ്ടോ? കാറുണ്ട്. ഏതാ? എന്റെ ആണോ വൈഫിന്റെ ആണോ? ചോദിച്ചത് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 2200 സ്ക്വയർ ഫീറ്റ്. ഈ ഫ്രണ്ട് ഡോറൊക്കെ തേക്കാണോ അതോ വേറെ നമ്മൾ ഈ വാങ്ങി വെക്കലോ അതോ? അല്ലല്ല, തേക്ക എല്ലാം തേക്കാണ്. ജനലൊക്കെ തേക്ക്? എല്ലാം തേക്ക. പിന്നെ വേറെ വീടിന് ലോണൊന്നും ഇല്ലല്ലോ? ഇല്ല, ലോണൊന്നുമില്ല. നമ്മളെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിയണം, അതിന് വേണ്ടി ചോദിക്കുന്നതാണ്. അങ്ങനെയുള്ള ബാധ്യത ഒന്നും ഇല്ല. ശരി. നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം? വേണ്ട. അല്ല, അതല്ല, നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഓ, പറഞ്ഞു കൊടുക്കും. മോനോടല്ല, പാരന്റിനോടാണ് ചോദ്യം. എന്നോടോ? അതെന്താ അറിയോ, ഇപ്പൊ കുട്ടി ഇവിടെ പഠിക്കുമ്പോ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ രക്ഷിതാക്കൾ വേണം കുട്ടിയെ വീണ്ടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂടി അപ്പൊ രക്ഷിതാക്കളുടെ സ്റ്റാൻഡേർഡും കൂടി നമ്മൾ നോക്കുവേ. അവർക്ക് നോളജ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കണ്ടേ, അതിന്റെ ടെസ്റ്റ് അത്. എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? മേ ഐ ഗോ ടു ടോയ്ലറ്റ്. വെരി ഗുഡ്. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. സൂപ്പർ. വെരി ഗുഡ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി? പിണറായി വിജയൻ. സൂപ്പർ. വെരി ഗുഡ്. നല്ല നോളജാ. ഇനി മോനോടൊരു ചോദ്യം. ഹു ഇസ് ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള? വി ശിവൻകുട്ടി. വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കാര്യം ചെയ്യും മതി. ഇനി പിന്നെ മണ്ടത്തിന് മേഡം മറ്റേ അത് സംസാരിച്ചുള്ളൂ. മറ്റേ സർ 5 lakhs ആണ് നമുക്ക് ഡൊണേഷൻ വരുന്നത്. അതായത് മോനിപ്പോ 8th സ്റ്റാൻഡേർഡിലാണല്ലോ ഇവിടെ ചേരുന്നത്. 8th, 9th, 10th, 11th, 12th 5 വർഷത്തേക്ക് പിന്നെ നിങ്ങൾ ഒന്നും അറിയണ്ട അല്ലേ സർ? അതെ. സർ, പിന്നെ പെർ ഇയർ 75,000 ആണ് ഫീ വരിക. അപ്പൊ അത് 3 installments ആയിട്ട് അടച്ചാലും മതി. ഇനിയിപ്പോ അതല്ല സർ, ഒന്നിച്ചടക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് വിരോധമല്ല. പിന്നെ 75,000ന്റെ കൂടെ ഒരു +5 വരും സ്റ്റാമ്പിന്റെ. അത് നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും എടുക്കണം. പിന്നെ ഈ പെന്ന്, ബുക്ക്, അങ്ങനത്തെ പഠനോപകരണങ്ങളൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ സ്റ്റോർ ഉണ്ട്, നിർബന്ധമായും ആ സ്റ്റോറിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നല്ല ക്യാൻറ്റീൻ ഉണ്ട്, നല്ല ഫുഡുണ്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും
കൊടുത്തു വിടരുത്. വേറൊന്നല്ല, ആ ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടേ വാട്ടറും വേസ്റ്റ് ചെയ്യും. പിന്നെ ഈ കുട്ടികൾ വേസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ ഇട്ടാൽ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. യു ക്യാൻ ഈറ്റ് ആൻഡ് പേ. പിന്നെ 3 ടൈപ്സ് ഓഫ് ടൂർ പാക്കേജസ് ഉണ്ട്. അത് ആ ടൈം ആവുമ്പോൾ പാരന്റിനെ അറിയിക്കും. അപ്പൊ അത് ഏതാ വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സർ, പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തെങ്കിലും കംപ്ലൈന്റ്, ഒരു കംപ്ലൈന്റ്സും വരില്ല. ഞങ്ങൾ അത്ര കോൺഫിഡന്റ് ആണ് നമ്മുടെ സ്കൂളിന്റെ കാര്യത്തില്. ഇനി എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വെറുതെ അനാവശ്യമായി മീറ്റിംഗിലൊക്കെ വന്ന് ബഹളം വെക്കുക, അതൊന്നും നമ്മളെ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവർക്ക് ചേർന്നതല്ലല്ലോ. സാർ പേഴ്സണൽ ആയിട്ട് എന്നോട് പറയാം. അതെ അതെ. ഒരു മിനിറ്റ്. എന്താണ്? അതെ, മര കീർന്ന് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാ മതി. അഭിനന്ദന് വേണ്ടാത്ത കാര്യങ്ങളാണ് പറഞ്ഞേ. ഈ പറയണ പോലെ കേട്ടോ മതിരോ. ആ ശരി ശരി. പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അഗ്രി അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ മോനെ, സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാവോ, മലയാളം? അത് ഓക്കെ. അപ്പൊ തൊട്ടടുത്ത ഓഫീസ് റൂമിലേക്ക് പോയിക്കോളൂ, അവിടെ കാര്യങ്ങൾ സംസാരിച്ചു. ശരി ശരി ശരി. സാറേ ചെയ്യും. ഒരു ഓട്ടോറിക്ഷയിൽ ഉണ്ടല്ലോ ആള് വരുന്നത്, രണ്ടാള്. ഓട്ടോറിക്ഷയിലും എന്താ സാറേ, എന്തിനാണ് ഓട്ടോറിക്ഷക്കാരെ ഇങ്ങോട്ട് വരുന്നത്? ഓട്ടോറിക്ഷയ്ക്ക് എന്തിനാ? അപ്പൊ സെക്യൂരിറ്റി എവിടെ? കുഴപ്പമില്ല സാർ, നമുക്ക് എന്തൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം. കണ്ടമാനാളുണ്ടല്ലോ. എന്തപ്പോ ചെയ്ത് ഇത് എവിടുത്തെ ഇത് തുടങ്ങണ വരി? ഇവിടുന്ന അതെ. ഞാൻ അതേ ഒരു ഉപകാരം ചെയ്യുന്നത്, ഞാന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണേ. അപ്പൊ എനിക്കൊരു വാടക ഉണ്ടേ. ഒരു അമ്മാമനെ ആശുപത്രിക്ക് കൊണ്ടുപോകാനാണ്. അപ്പൊ അതിന് മുമ്പൊന്ന് കുട്ടിയുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് വച്ചിട്ടാണ് ഞാൻ വിളിക്കുമ്പോ പോട്ടെന്നാ അടുത്തൊന്ന് സംസാരിക്കുവോ? കുഴപ്പമില്ലല്ലോ. സന്തോഷം. പിന്നെ ഇന്റർവ്യൂ നടക്കുമ്പോഴേ സാർ ഈ ഫോൺ വരുമ്പോ കുറച്ച് മാനേഴ്സ് ആയിട്ട് സംസാരിച്ചത് നല്ലായിരുന്നു. എന്താണ് ഇതിന് കുഴപ്പം? അല്ല, ഈ മരക്കച്ചവടം എനിക്ക് ഈ ബിസിനസ് പോലെ തന്നെയാണ് മരക്കച്ചവടം. ഇത് എല്ലാവർക്കും അറിയില്ലേ? അത് തിരക്കില്ലല്ലോ. മരം അവിടെ ഈരാൻ കൊണ്ടുവന്നിട്ട് പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈരണമെന്ന് ഞാൻ പറഞ്ഞു. പണിക്കാരനെ എടുത്താൽ മതി. എന്റെ ഏത് സ്ഥാപനത്തിലും ഞാൻ നോക്കും, ഞാൻ നടത്തും. തീരുമാനങ്ങൾ പണിക്കാരെടുക്കണ്ട. അതെ, ഓടി കാറിൽ വന്ന ആളാരാന്ന്? ആ കറക്റ്റ്. അതെ, ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പൊ എന്റെ കുട്ടീനെ ചേർക്കാൻ വേണ്ടിട്ടേ. ശരിക്കും ഈ സ്കൂളിൽ ഈ കുട്ടീനെ ചേർക്കാൻ വന്നത്? അതെ, ഞാൻ ചേർക്കാൻ വന്നതാണ്. ഞങ്ങൾക്ക് നേരില്ല. അപ്പൊ ഓട്ടത്തിന്റെ ഇടയിൽ അങ്ങനെ വന്ന് കയറിയാണ്. തുണി മാറ്റി പാന്റ് ഇടാൻ പറ്റില്ല? പാന്റ് ഞാൻ മുണ്ടെടുക്കല്. അല്ല, അത് പിന്നെ എനിക്ക് സാറിനോട് ചോദിക്കണം. അത് ചോദിച്ചോ സാറേ, കുഴപ്പമില്ല. ഞങ്ങള് ഇപ്പൊ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കേറിക്കോളം പറഞ്ഞു. അത് എനക്കും അതിന്റെ ഓർഡർ കിട്ടണ്ടേ? ആയിക്കോട്ടെ, നിങ്ങളും ചോദിച്ചു നോക്കി സാറേ. നോക്കട്ടെ. അതൊന്നും ചോദിച്ചു നോക്കി. സാറേ, ആ ഓട്ടോറിക്ഷക്കാരെ തിരക്കാക്കിക്കൊണ്ട് കേടിയോ പോവാണ്ടോ? ഓട്ടോറിക്ഷക്കാരൊക്കെ എന്താ നോക്കിയേക്കണ്? ഇരിക്കേ. കുഴപ്പമില്ല സാറേ. നിങ്ങളെ പോലുള്ള ആളുകൾക്ക് വേണ്ടിട്ടല്ലേ മോനെ ഇരിക്കും. ഞാൻ ഇവിടെ ചേർന്നില്ലല്ലോ. ഓനാണ്. പേരെന്താ? എന്റെ പേര് കോയാന്ന്. കോയക്കിരിക്കൂ. അത് കുഴപ്പമില്ല. അത് ഇവിടുത്തെ ഒരു രീതിയാണ്. ഇരിക്കൂ, ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇന്റർവ്യൂല് വന്നതല്ലേ? കുഴപ്പമില്ല. വീട് എവിടെയാന്ന് പറഞ്ഞത്? വീട് ചെരപ്പറമ്പാണ്. ചെരപ്പറമ്പിലെവിടെ? ചെരപ്പറമ്പില് പള്ളിയില്ലേ? പള്ളിയുടെ പുറകു സൈഡിലായിട്ട്. ഞാൻ ആ പള്ളിയുടെ പിന്നിന്ന് കുറെ മരം എടുത്തിട്ട് മുമ്പ് ഇന്റർവ്യൂലേക്ക് കിടക്കല്ലേ? ഇന്റർവ്യൂലായോ? അല്ല, നമ്മുടെ ഇന്റർവ്യൂവിന് വന്നാണല്ലോ. ഇത് മോനാണോ? ഇത് എന്റെ മോനാണ്. ഓനിപ്പോ 4ാം ക്ലാസ് വരെ ചെരപ്പറമ്പിൽ തന്നെ അവിടുത്തെ UP LP സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ 5ാം ക്ലാസ് മുതല് ഓനക്ക് ഇവിടെ പഠിക്കണം പറഞ്ഞിട്ടൊരു നിർബന്ധം. സാറേ, നന്നായി പഠിക്കും. വീട് എങ്ങനെ? 2 നില വീടാ? 2 അല്ല, ഒരു ടെറസ് തന്നെ? അല്ല, ഓടിന്റെ. ഓടാണ്. അപ്പൊ വീടിന്റെ വാതില്? വാതിലുണ്ട്. അല്ല, വാതിലുണ്ട്. അല്ല, വാതില് മരം ഏതാ? തേക്കാണോ പ്ലാവാണോ? ഇവരെ വല്യപ്പഴ കാലത്തൊക്കെ അവരൊക്കെ പഴയ ആൾക്കാര് വെച്ചല്ല പ്ലാവ്. അത് ഉറക്കുത്തി. പിന്നെ അത് ചെറിയ വാതിലായിരുന്നു. അപ്പൊ എളാപ്പാടെ അവിടുന്ന് അവര് പുതിയ സോഫ മേടിച്ചപ്പോ അവരുടെ അവിടുത്തെ അത് നമുക്ക് തന്ന് സോഫയെ.
അത് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് കേറുന്നില്ല വാതിൽ അവസാനം ആ കുത്തി പൊളിച്ച് അത് പൊളിക്കാറായേക്കണ്. എന്നിട്ട് ഇപ്പൊ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇത് വെച്ചേക്കാം. അതെ നമ്മള് ഇതിപ്പം സ്കൂളിനെ കുറിച്ച് അറിയാലോ. അറിയാം സാറേ, നല്ല സ്കൂൾ. ഇവിടെ ഈ ഡൊണേഷന്റെ ഒരു കാര്യമുണ്ട്. ബ്ലഡ് കൊടുക്കണോ ഇവിടെ? ബ്ലഡ് അല്ല, ഇവിടെ ഡൊണേഷൻ വേണം. ഡൊണേഷൻ ആദ്യം ഇവിടെ ചേരുമ്പോ പൈസ കൊടുക്കണം. വലിയ പൈസ കൊടുക്കണോ? വലിയ എമൗണ്ട്. അതൊക്കെ ഞാൻ കരുതിണ്ടേ. ഇതല്ലേ പറഞ്ഞ പന്ത്? അതന്നെ അത് പറഞ്ഞോളൂ. സർ അതെ നമുക്ക് 5 lakhs ആണ് ഡൊണേഷൻ വരുന്നത്. 5 ലക്ഷം രൂപ. 5 ലക്ഷം അല്ലേ? അതെ, അത് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ആ അത് ശരി. 5 ലക്ഷം റുപ്യ മാസം മാസമല്ല, ഒറ്റ തവണ അടച്ചാ മതി. അത് ശരി. ആ പിന്നെ അത് കഴിഞ്ഞാല് എല്ലാ വർഷവും 75,000 രൂപ വെച്ച് ഫീസ് ഉണ്ട്. അല്ല, 5 ലക്ഷം റുപ്യ ആദ്യം അടക്കണം ഇവിടെ. കുഴപ്പമില്ലേ? സർ പിന്നെ കുട്ടിക്ക് കൊട, പേന, ബുക്ക് അതൊന്നും പുറത്തുനിന്ന് മേടിക്കാൻ പറ്റില്ല. യൂണിഫോം ഉൾപ്പെടെ ഇവിടുത്തെ നമ്മുടെ സ്റ്റോറിൽ നിന്നും തന്നെ മേടിക്കണം. അത് ശരി. അപ്പൊ അത് പുറത്തേക്ക് പോകണ്ട, അതൊക്കെ ഇവിടെ തന്നെ കിട്ടൂലേ? അതെ, ഇവിടുന്ന് തന്നെ മേടിക്കണം. പിന്നെ കുട്ടിക്ക് ഫുഡൊന്നും കൊടുത്തുവിടാൻ പറ്റില്ല. അതും ഇവിടെ കൊടുക്കോ? ഇവിടെ നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീൻ ഉണ്ടേ. പെയ്ഡ് ക്യാൻറ്റീൻ ആണ്. അത് ശരി. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കാം. പ്രോട്ടീൻ റിച്ച് ഒക്കെ ആയിരിക്കും. ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്താണോ ഇഷ്ടമുള്ളത് അത് മേടിച്ച് കഴിക്കുക. പൈസ അവിടെ അടച്ചാൽ മതി. പോയ ഒരു ഇത്തിരി നേരം ഒന്ന് മാറി നിൽക്കോ, നമുക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അതെ, ഒന്നുകൂടെ മാറി. അവിടെയല്ല, അപ്പുറത്തേക്ക് നിന്നോളൂ. അതെ, അവിടെയല്ല, പുറത്തേക്ക് നിൽക്കാനാ പറഞ്ഞത്. അതെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പുറത്തേക്ക് പറഞ്ഞാൽ മതി. സാറേ, ആ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ നല്ലത്. എന്താണ് സാറേ, നമ്മുടെ സ്കൂളിന് സ്റ്റാൻഡേർഡിന് ചേർന്ന ഒരു ഫാമിലി അല്ല. പൈസ അടക്കാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താണ് സാറേ? പൈസ മാത്രമല്ലല്ലോ സാർ കാര്യം. സാർ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ഓട്ടോക്കാരന്റെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തു, വീണ്ടും ഇതുപോലുള്ള ഫാമിലീസ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് താഴോട്ട് പോകും സാർ. നമ്മുടെ ഈ 100 മാഡം എന്താ മണ്ടോതിരി പടത്തിന്റെ അഭിപ്രായം? എന്താ കൊടുത്തോണ്ട് കുഴപ്പം? അല്ല, കൊടുത്തോണ്ട് കുഴപ്പമില്ല സർ. ആ കുട്ടീനെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ച് വിടുന്ന പാഠങ്ങള് വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ഒന്ന് ടേക്ക് കെയർ ചെയ്യണ്ടേ? അതല്ലെങ്കിൽ കുട്ടിയുടെ പഠനത്തിനെ അത് ബാധിക്കും. അപ്പൊ നമ്മുടെ 10% എന്ന് പറയുന്ന റിസൾട്ട് അത് പോയി പോകും. അദ്ദേഹത്തിന് ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണ് സാറേ. നമ്മൾ സ്കൂളിൽ ചേർന്ന ഒരു പേരന്റ് അല്ലാതെ നിങ്ങൾ വന്ന അവസ്ഥ കണ്ടിട്ട് തുണി കൊടുത്തിട്ട് പാന്റ് പോലും ഇട്ടിട്ട്. ഓക്കെ സാർ, ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ഇനി ഒരു അക്ഷരം മിണ്ടില്ല. സാർ മിണ്ടണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. ഉണ്ണി, അവര് വിളിക്കും. ചായ സാരല്ല, കോട്ടയെന്നല്ല ഇങ്ങോട്ട് വിളിക്കാൻ. ഇങ്ങോട്ട് വിളിക്കണം. ആ അവർ പറഞ്ഞു ആയിക്കോട്ടല്ലേ? ഞാനേ എന്തെങ്കിലും പ്രയാസപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഉത്തരം പറയാതെ വരുമ്പോ അവർ പറഞ്ഞു വരും. എടുത്തില്ലേ സാറേ? അതെ, ഞങ്ങളുടെ ഈ സ്കൂളിന്റെ ഈ ഇന്റർവ്യൂയുടെ രീതി വെച്ചിട്ട് കുട്ടിയോടും പേരന്റിനോടും, അത് ഉപ്പയായ നിങ്ങളോടും ചില ചോദ്യങ്ങൾ ചോദിക്കും. അല്ല, ഞാനല്ലല്ലോ, ഓനല്ലേ ചേരുന്നേ. അല്ല, അവനാണ് ചേരുന്നത്, പക്ഷെ അവന്റെ ഉപ്പ നിങ്ങളാണല്ലോ. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയണം കേട്ടോ. ചോദിച്ചിട്ട് നമ്മുടെ ഇസ്രോയുടെ ചെയർമാൻ ആരാണ്? കുട്ടിയോടല്ല, ബാപ്പയോടാണ് ചോദ്യം. ഒരു മിനിറ്റ് സാറേ. അതെ മാസേ, ഞാൻ ഒറ്റ മിനിറ്റ് ഇടാ, ഞാൻ കൊടുക്കാം. ചോദിച്ചോളി. മാസാണ്. അല്ല സുഹൃത്തെ, അങ്ങനെയല്ല. അങ്ങനെയല്ലേ? നോക്കൂ, ഇതേ മാസ ഞാൻ വിളിക്കാട്ടാ. പിന്നെന്തേ? ഇത് നിങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. മറ്റൊരാള് ആൻസർ പറയാൻ പാടില്ല. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണ്? ഒരു ചോദ്യം ചോദിക്കുമ്പോ ആര്യഭട്ടാന്ന് അങ്ങോട്ട് ചോദിക്കാം. അതെ, മോൻ ആൻസർ പറയണ്ട കേട്ടോ, നിങ്ങളോടാണ് ചോദ്യം. എന്നെ പറഞ്ഞത് കറക്റ്റ് ആണ്, അത് വിട്ടേക്കുന്ന വേറെ ചോദ്യം ചോദിക്കാം. ഇതുപോലെ എത്രയും പോലെ. അല്ല, ഒരു ചോദ്യം ചോദിക്കാം. ഈ സൂപ്രണ്ടിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയൂ. ഏത് സൂപ്രണ്ടിന്റെ? ഏത് സൂപ്രണ്ട് അല്ല, നിങ്ങളുടെ പേരെന്തായിരുന്നു പറഞ്ഞു? എന്റെ പേര് കോയാണ്. കോയ. അപ്പൊ കോയ ഇംഗ്ലീഷിൽ എഴുതുമ്പോ KOYA, കോയ. അതുപോലെ സൂപ്രണ്ടിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയണം.
മോൻ പറയരുത്, വാപ്പയാണ് പറയേണ്ടത്. ആ ആ പറയൂ. വേറെ തരത്തിലുള്ള ഏതെങ്കിലും ചോദ്യം ഉണ്ടാവും സാറേ? സോറി മാഡം. സർ അതിപ്പോ ഇന്റർവ്യൂല് ഫെയിൽ ആയി, അല്ല ഇപ്പൊ കറക്റ്റ് ആൻസർ പറയാൻ പറ്റിയില്ലല്ലോ, അതെ അല്ലേ? അതുകൊണ്ട് ഇവിടെ അഡ്മിഷൻ തരാൻ പറ്റില്ല. അയ്യോ അങ്ങനെ പറയരുത് സാറേ. അതെന്താണെന്നറിയോ, നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ പാരന്റ്സിനോട് പാരന്റ്സ് എല്ലാവരും കൃത്യമായിട്ട് ആൻസർ പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓൻ നന്നായിട്ട് പഠിക്കണതാണ്. അപ്പൊ നമുക്കിപ്പോ അത് എന്താ വെച്ചാൽ ഓന്റെ ഒരു ഇഷ്ടത്തിന് എങ്ങനെയും ഇവിടെ ചേർക്കണം വെച്ചാൽ സാറേ, പിന്നോട് ചോദിച്ചത് തെറ്റിയതിന്റെ പേരിൽ എന്റെ മോനക്ക് നിങ്ങൾ ഇത് കൊടുക്കാതിരിക്കരുത് ഇവിടെ. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഈ ചോദ്യത്തിന് എനിക്ക് കിട്ടാത്തതിന് വേണമെങ്കിൽ ഒരു 10,000-50,000 റുപ്യ ഞാൻ തരണ്ട് വേണമെങ്കിൽ വേറെ. ഓനെന്താ അറിയോ, നന്നായിട്ട് സ്കൂളിലെ എല്ലാ മാസ്റ്റർമാർക്കും നല്ല ഇഷ്ടമാണ് ഓനെ ഇപ്പൊ പഠിച്ചോർത്തേ. അപ്പൊ ഓനക്കൊരു ആഗ്രഹം തോന്നിയപ്പോ ഞാൻ എന്റെ പറമ്പ് വിറ്റിട്ടാണ് സാറേ ഞാൻ ഈ കായ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രക്കും കായ് റെഡി ആക്കിയിട്ടാണ് വന്നേക്കുന്നത്. സോറി, വി ആർ ഹെൽപ്ലെസ്. അതാണ്. സർ ഒരു കാര്യം ചെയ്യൂ, അടുത്ത വർഷം നമുക്ക് ട്രൈ ചെയ്യാം. അടുത്ത വർഷം കുറച്ച് സാർ പഠിച്ചിട്ട് വരും ഇന്റർവ്യൂവിന്. അല്ല സാർ, ഞാൻ പഠിക്കുമ്പോഴത്തെ ഓനിക്ക് 5ാം ക്ലാസ്സിലേക്ക് അവിടെ ചേർത്തണ്ട്. അപ്പൊ പിന്നെ ഞങ്ങള് ഇവിടെ അങ്ങനെ ഇല്ല പറഞ്ഞു. അല്ല, ഇത് ഞങ്ങളുടെ റൂൾസ് ഒക്കെ ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിട്ടാണ്. സർ നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം സർ. മറ്റൊരുപാട് പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ടൈം പോവല്ലേ സർ? ശരി എടാ, ശരി അപ്പൊ ഞാന് പറമ്പൊക്കെ വിറ്റ് സാർ ഇതിന് വേണ്ടിട്ടേ. ഉണ്ണി ആലോചിക്കാം. അടുത്താള്. ശരി നോട്. കുഴപ്പമില്ല. അടുത്താള്. സാർ സാർ ആ എന്തേ? ഞാൻ എന്റെ മോളുടെ അഡ്മിഷന്റെ കാര്യം, എന്താണ്? മോളുടെ അഡ്മിഷന്റെ കാര്യേ സാറിനോട് സൂചിപ്പിച്ചിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു. 5th മോള് ഇങ്ങോട്ട് ആക്കുകയാണെങ്കിൽ ഞങ്ങക്ക് ഒന്നിച്ച് പോവാൻ വരെയൊക്കെ ചെയ്യാലോ. ആ എന്താ നല്ലതല്ലേ. അപ്പം ഈ ഡൊണേഷന്റെതേ 5 വേണം. 5 റുപ്യ നമ്മൾ ഏറ്റവും കുറച്ച് പഠിക്കാനല്ലേ. മണ്ടോദരി മേഡം നമ്മുടെ സ്കൂളിലെ ടീച്ചറാണല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു. അല്ല ടീച്ചർ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ടീച്ചറാണ് ഇപ്പൊ എന്തുകൊണ്ട് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ വെറുതെ ചേർക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ സാറേ. 15,000 രൂപ എനിക്ക് ഇവിടുന്ന് ശമ്പളം കിട്ടണുള്ളൂ. 15 റുപ്യ എന്താ കുറവാ? 10 റുപ്യക്ക് പണിയെടുക്കാൻ ഇഷ്ടം പോലെ കുട്ടികളെ കിട്ടും. നമ്മള് പിന്നെ പഴയ ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവാണ്. പഠിച്ച കുട്ടികളുണ്ട്. 10 റുപ്യ കൊടുത്താൽ മതി, അവരൊക്കെ വന്നിട്ട് ക്ലാസ് എടുത്തിട്ട് പോയിക്കോളും. നല്ല വിവരമുള്ള കുട്ടികളുണ്ട്. പിന്നെന്താ 15,000 കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ? ഇനിയിപ്പോ എന്താ, ഞാൻ 15,000 ഇനി കൂട്ടി തരണോ? വേണ്ട സാറേ, ഞാൻ ഈ ഡൊണേഷൻ പതിയെ ഒന്നിച്ച് അത്ര ഇല്ലാത്തോണ്ടാ സാറേ. അത് നടക്കില്ല ടീച്ചറെ. എന്തായാലും ഡൊണേഷൻ വേണം. ഡൊണേഷൻ മസ്റ്റ്. അത് റെഡി പൈസയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ല നടക്കില്ല. പിന്നെ പുറത്തെ ആളുകൾ പറയും ഞാൻ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഡൊണേഷൻ ഒന്നും ഇല്ലാതെ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ സ്വജനപക്ഷപാടെന്നൊക്കെ പറഞ്ഞു വരുത്തുവരി. എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പറഞ്ഞാൽ എന്താണ് മാഷ ഈ ചെയ്യാൻ പോണത്? പൈസക്ക് പൈസ തന്നെ വേണ്ടേ? എനിക്ക് നേരെ പോ, അങ്ങനെ ഉള്ളൂ. പൈസ ഉണ്ടോ ഈ പരിപാടി നടക്കും, ഇല്ലേ നടക്കില്ല. ഉണ്ണി സാറേ, മറ്റേ BMW വിളിച്ചോ.